നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏത് മത്സര പരീക്ഷയിൽ നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേരള ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ടോപ്പിക്. അതിൽ തന്നെ കേരള ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്. ഏത് മേഖലയായിക്കോട്ടെ, അതിൽ കേരള ചരിത്രത്തിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററി സ്ട്രാറ്റജിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രം എന്ന ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പാഠഭാഗ വസ്തുതകൾ വളരെ വ്യക്തമായി ഒരു പ്രസ്താവന ചോദ്യങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ വളരെ ഡെപ്തിൽ തന്നെ പഠിച്ചു മാറ്റണം. നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷയിലും ഈ പറയുന്ന ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ്, ഈ ക്ലാസ്സിൻ്റെ പൂർണ്ണഭാഗം കാണുന്നതിന് മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ക്ലാസ് കാണുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താലും മതിയാകും. ഓപ്ഷൻ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിഷ്ടി എന്ന അടിമ സമ്പ്രദായം എവിടെയാണ് നിലനിന്നിരുന്നത്? ഒരു ചോദ്യമാണ്. വിഷ്ടി എന്ന അടിമ സമ്പ്രദായം എവിടെയാണ് നിലനിന്നിരുന്നത്? ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ വേണമെങ്കിൽ ഞാൻ തരാം. തിരുവിതാംകൂർ, ഇന്ത്യ, യൂറോപ്പ്, ഈ 3 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. വിഷ്ടി എന്ന അടിമ സമ്പ്രദായം എവിടെയാണ് നിലനിന്നിരുന്നത്? രണ്ടാമത്തെ ചോദ്യം: അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? അഞ്ചുതെങ്ങ് കോട്ടയുമായി ബന്ധപ്പെട്ട വസ്തുതകളുണ്ട്, അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട വസ്തുതകളുണ്ട്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആര്? അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, സാറേ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ന്യൂജൻ ചോദ്യം, ഇതെല്ലാം പഴങ്കഥയാണ്, ന്യൂജൻ ചോദ്യങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ഒന്ന് കമന്റ് ചെയ്താൽ മതിയാകുമെന്നേ. മൂന്നാമത്തെ ചോദ്യം: കുരുമുളക് വിലയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാണിച്ച ക്രമക്കേട് ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണോ? ഒന്നാമത്തെ കാരണമാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല, എന്തുമായിക്കോട്ടെ. അപ്പൊ നമുക്ക് വേണ്ടത്, നമ്മൾ പഠിക്കുന്ന എന്താ? ആറ്റിങ്ങൽ കലാപത്തെ പറ്റി. നമ്മൾ അഞ്ചുതെങ്ങ് കലാപത്തെ പറ്റി പഠിക്കും. അതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയെന്നല്ലേ. അപ്പൊ ഈ പറയുന്ന കുരുമുളക് വിലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുരുമുളക് എന്നറിയപ്പെടുന്ന ഫാക്റ്റുമായി ബന്ധപ്പെട്ട ഈ ആറ്റിങ്ങൽ കലാപത്തിലും പ്രധാന കാരണമായിട്ട് വരുവോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കണം. നാലാമത്തത്: അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായി. ആ 4ാമത്തെ ചോദ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കാം. അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായി. ഇങ്ങനെ ഈ പറയുന്ന ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏരിയകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുക. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രതിഫലമില്ലാതെ നിർബന്ധമായി ജോലി ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. അതായത് വേറൊന്നുമില്ല, പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേര് ഏത് അല്ലെങ്കിൽ എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോർവി, ഓപ്ഷൻ ബി വിഷ്ടി, ഓപ്ഷൻ സി ഊഴിയം വേല, ഓപ്ഷൻ ഡി വല്ലിപ്പണി. അങ്ങനെ 4 ഓപ്ഷനുകളാണ് ഉള്ളത്. തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ, തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ, തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങൾ, പണ്ടാരപ്പാട്ട വിളംബരം മുതൽ ക്ഷേത്രപ്രവേശന വിളംബരം മുതലുള്ള കണ്ടന്റുകളെല്ലാം പഠിച്ചാൽ മത്സര പരീക്ഷയ്ക്ക് നമുക്ക് ഗുണം കിട്ടും. ഇപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, പ്രതിഫലമില്ലാതെ. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ജോലിക്കാരാ, നമുക്ക് പ്രതിഫലം തരുന്നില്ല, എന്നിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? നിർബന്ധമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ആ സമ്പ്രദായത്തിന് തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേര് ഊഴിയം വേല എന്നാണ്. ഈ ഊഴിയം വേലക്കെതിരെ പ്രതികരിച്ച ആദ്യ നവോത്ഥാന നായകന്റെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം പറഞ്ഞ വാക്യം ഇങ്ങനെയാ: വേല ചെയ്താൽ കൂലി കിട്ടണം. അപ്പൊ അന്നേ കാലം വരെ വേല ചെയ്യിപ്പിച്ചിട്ട് കൂലി കൊടുത്തിരുന്നില്ല, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ഊഴിയം വേലയാണ്. ഇനി ബാക്കിയുള്ള 3 ഓപ്ഷൻ നമ്മൾ പരിശോധിച്ചാൽ, ഓപ്ഷൻ എ നോക്കിയേ,
കോർവി സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. കോർവി എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശത്തെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യൂറോപ്പ് വൻകരയിലെ പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേരാണ് കോർവി. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ ഇതിനെ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നാണ്. ഇന്ത്യയിൽ ഇതിനെ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നാണ്. വയനാട്, ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ അവിടെ ഈ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ അറിയപ്പെടുന്ന പേരാണ് വല്ലിപ്പണി. ഈ വല്ലിപ്പണി എന്നറിയപ്പെടുന്ന അടിമ സമ്പ്രദായം വയനാട്, ഇടുക്കി ഈ രണ്ട് പ്രദേശങ്ങളിൽ ജില്ലകളിലാണ് പ്രധാനമായിട്ട് നടന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പം 4 പ്രധാനപ്പെട്ട കണ്ടന്റ് അത് പ്രസ്താവനയായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു മാറ്റിക്കോ. പ്രതിഫലമില്ലാതെ നിർബന്ധമായി ചെയ്യിപ്പിക്കുന്ന ജോലി സമ്പ്രദായത്തിന് യൂറോപ്പിൽ അറിയപ്പെടുന്ന പേര് കോർവി എന്നാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് വിഷ്ടി എന്നാണ്. തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന പേര് ഊഴിയംവേല എന്നാണ്. ഈ ഊഴിയംവേലയ്ക്കെതിരെ പ്രതികരിച്ച ആദ്യ നവോത്ഥാന നായകന്റെ പേര് വൈകുണ്ഠസ്വാമികൾ എന്നാണ്. അദ്ദേഹം പറഞ്ഞ വാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വയനാട്, ഇടുക്കി ജില്ലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ജില്ലകളാണല്ലോ, മൊത്തവും പ്രധാനപ്പെട്ട ജില്ലകളാണ്. കേരളത്തിൽ 14 ജില്ലകൾക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട 2 ജില്ലകളായ ഇടുക്കി, വയനാട് ഈ ജില്ലകളിൽ നടന്ന അടിമ സമ്പ്രദായത്തിന്റെ പേരാണ് വല്ലിപ്പണി എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന വയനാട്, ഇടുക്കി ജില്ലയിലാണ് വല്ലിപ്പണി. ഈ പറയുന്ന വയനാട്, ഇടുക്കി ജില്ലയിലെ വല്ലിപ്പണി അടിമ സമ്പ്രദായത്തിന് എതിരെ AK ഗോപാലൻ, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന, തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം സംഘടിപ്പിച്ച AK ഗോപാലൻ 1961 ഒരു സമരം നടത്തി. ആ സമരത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ സത്യാഗ്രഹത്തിന്റെ പേരാണ് അമരാവതി സത്യാഗ്രഹം. 1961 നടന്നു. ഇടുക്കി ജില്ലയിലാണ് നടത്തിയത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വയനാട്, ഇടുക്കി ജില്ലയിലാണ് വല്ലിപ്പണി സമ്പ്രദായം നിലനിന്നിരുന്നത്. ഈ ഇടുക്കി ജില്ലയിലെ ഈ പറയുന്ന വല്ലിപ്പണി സമ്പ്രദായത്തിനെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകന്റെ പേരാണ് AK ഗോപാലൻ. അദ്ദേഹം കൊണ്ടുവന്ന ഈ പറയുന്ന സത്യാഗ്രഹത്തിന്റെ പേര് അമരാവതി സത്യാഗ്രഹം. നടന്ന വർഷം 1961. AK ഗോപാലനുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട പോയിന്റ് മസ്റ്റായിട്ടും പഠിക്കണം. തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം സംഘടിപ്പിച്ചത് AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി കരുതൽ തടങ്കൽ, പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയും. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ്. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് AK ഗോപാലൻ എന്നറിയപ്പെടുന്ന ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ. അതൊന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അപ്പൊ അത്രയും കണ്ടന്റുകളൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ശ്രീധരമേനോന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട 2 കലാപങ്ങളുണ്ട്. മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഏത് മത്സര പരീക്ഷ നിങ്ങൾ പരിശോധിച്ചോ ആ മത്സര പരീക്ഷകളെല്ലാം തന്നെ 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 1-ൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പ്രധാനപ്പെട്ട 2 കലാപങ്ങൾ. ഒന്ന് അഞ്ചുതെങ്ങ് കലാപവും മറ്റൊന്ന് ആറ്റിങ്ങൽ കലാപവും. അപ്പൊ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 അഞ്ചുതെങ്ങ് കലാപം. ഇതെല്ലാം വളരെ വ്യക്തമായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ജസ്റ്റ് ഒരു വർഷം മാത്രം അങ്ങ് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാത്രം അങ്ങ് പറഞ്ഞു പോവല്ല. അതുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കി തന്നെ പോവുകയാണ് ഒന്നാമത്തെ വർഷം. 1684 വർഷം പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, 1000 തെങ്ങ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അഞ്ചുതെങ്ങിനെ കണക്ട് ചെയ്യുമ്പം സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ, പത്രത്തെ പറ്റി നമ്മൾ പഠിക്കും. 1905 അഞ്ചുതെങ്ങിൽ നിന്നാണ് ഈ സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പൊ അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാർക്ക് ഒരു വ്യവസായശാല നിർമ്മിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു പണ്ടകശാല നിർമ്മിക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി അവരുടെ വ്യവസായശാല അല്ലെങ്കിൽ അവരുടെ പണ്ടകശാല സ്ഥാപിച്ചത് ഇവിടെ അല്ല, അഞ്ചുതെങ്ങിൽ നിന്നല്ല, അത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്താണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 1684 അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാർക്ക് വ്യവസായശാല നിർമ്മിക്കാനുള്ള അനുമതി ആര് കൊടുക്കുന്നു?
അവിടുത്തെ ഭരണാധികാരിയായ ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി കൊടുക്കും ഒന്നാമത്തെ സൗജന്യം. ഒത്തിരി സൗജന്യം കൊടുക്കുന്നു, അതിലൊന്നാമത്തെ സൗജന്യം. ഇനി 1684 അവിടെ വ്യവസായശാല അല്ലെങ്കിൽ പണ്ടകശാല നിർമ്മിച്ച് 1690 കുറച്ച് വർഷം കഴിഞ്ഞ് 1690 ആയപ്പം ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒരു കോട്ട കെട്ടാൻ ഒരു അനുവാദം കൊടുക്കുന്നു. 1690 ഈ അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കോട്ട കെട്ടാനുള്ള അനുവാദം കൊടുക്കുന്നത് 1690. അതും കോട്ട കെട്ടാനുള്ള അനുമതി കൊടുത്തതും ആര് തന്നെ? ഈ പറയുന്ന ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി തന്നെ, മാറ്റമില്ല. അപ്പൊ അങ്ങനെ അവിടെ കോട്ട കെട്ടാനുള്ള അനുമതി കൊടുക്കുന്നു. അനുമതി കൊടുത്ത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കോട്ട കെട്ടുമല്ല, മറിച്ച് ഇച്ചിരി കാലതാമസത്തോടുകൂടി 1695 അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിക്കുന്നു. അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കോട്ട. ഇനി ഈ പറയുന്ന അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമുണ്ട്, പ്രധാനപ്പെട്ട കാരണം. ഇത്രയും സൗജന്യങ്ങൾ ആര് കൊടുത്തു? ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി കൊടുത്തു. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക് ഇത്രയും സൗജന്യം കൊടുത്തു. വ്യവസായശാല നിർമ്മിക്കാൻ അനുമതി കൊടുത്തു, കോട്ട കെട്ടാനുള്ള അനുമതി കൊടുത്തു. അവിടെ കോട്ട കെട്ടി. പിന്നെ ഈ പറയുന്ന കുരുമുളക്, കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനത്തിലെ പ്രധാനപ്പെട്ട ഘടകമായ യവനപ്രിയ എന്നറിയപ്പെടുന്ന കുരുമുളക് കൊടുത്തു. പിന്നീട് കുരുമുളക് ഈ പറയുന്ന കയറ്റുമതി മാത്രമല്ല, മറിച്ച് കുരുമുളകിന്റെ വ്യാപാര കുരുമുളക് എവിടെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ കൈമാറ്റം വരുത്താനുള്ള വ്യാപാര കുത്തക അധികാരം ആര് സ്വന്തമാക്കി? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അത് കൊടുത്തതും ആര് തന്നെ? ഈ പറയുന്ന ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിയാണ്. അതാണ് കർഷകരെ പ്രധാനമായിട്ടും ഈ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാൻ കാരണമാകുന്നത്. അങ്ങനെ ഈ പറഞ്ഞ അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവുന്നു. അപ്പൊ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് എന്തല്ല, ആസൂത്രിതമായിട്ട് സംഭവിച്ചതല്ല, മറിച്ച് ആ പറയുന്ന പ്രധാന കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, 1000 തെങ്ങ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടോ? ഉണ്ട്. 1000 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് അത് കൊല്ലം ജില്ലയിലാണ്. 1000 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഡിഗ്രി മത്സര പരീക്ഷയുടെ ചോദ്യം പറഞ്ഞോട്ടെ. ഈ പറയുന്ന ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് കൂടെ പറയുന്നു. കൊല്ലം ജില്ലയെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ പുസ്തകം ഏതാണ്? നിങ്ങൾ ആൻസർ പറയണം. ആൻസർ ഒന്ന് കമന്റ് ചെയ്താലും മതി. കൊല്ലം ജില്ലയെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ പുസ്തകത്തിന്റെ പേര് ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. ഈ ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന പുസ്തകം എഴുതിയത് കോസ്മോസ് ഇൻഡിക്ക പ്ലീസ്റ്റസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, മെഗസ്തനിസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, അത് ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയത് മെഗസ്തനിസ് ആണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി നമുക്ക് വേണ്ടത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്ന സംവിധാനമുണ്ട്. ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്ന പ്രതിഷേധ സമരം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം നടക്കണമെങ്കിൽ ഒരു കാരണം വേണം. കാരണം പറയാം. ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത, ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. 1721 ഏപ്രിൽ 15. ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മയാണ്. അപ്പൊ ആറ്റിങ്ങൽ കലാപം പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ എന്നറിയപ്പെടുന്ന പ്രദേശ നിവാസികളും തമ്മിലായിരിക്കുമല്ലോ. ഈ കലാപത്തിൽ ഗിഫോർഡ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കും. 150ഓളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെടും. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആറ്റിങ്ങൽ കലാപം. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപമല്ല, അത് അഞ്ചുതെങ്ങ് കലാപം. ആദ്യ സംഘടിത കലാപം അത് ആറ്റിങ്ങൽ കലാപം. ഇനി ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഉടമ്പടി രേഖപ്പെടുത്തും. ആ ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി എന്നാണ്. മാവേലിക്കര ഉടമ്പടി എന്ന ഓപ്ഷൻ അത് കാണും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്കുമായി ബന്ധപ്പെടുത്തി ഉടമ്പടി എന്ന വാക്ക് കാണും. ആൻസർ വേണാട് ഉടമ്പടി, വർഷം 1723. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒപ്പിട്ട ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി എന്നാണ്. വേണാട് ഉടമ്പടി ആരൊക്കെ തമ്മില ഒപ്പുവെച്ചത്?
ബ്രിട്ടീഷുകാരും തിരുവിതാംകൂർ രാജാവും തമ്മിലാണല്ലോ. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരും തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഈ ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഉടമ്പടി അനുസരിച്ച് പ്രധാനപ്പെട്ട കണ്ടന്റായി പറയുന്ന ഈ ഉടമ്പടി അനുസരിച്ച് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ, നെയ്യാറ്റിൻകര സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. ഈ നെയ്യാറ്റിൻകര എന്നറിയപ്പെടുന്ന താലൂക്കിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്ക് അല്ലയോ? കേരളത്തിലെ നെയ്യാറ്റിൻകര താലൂക്കിനെ പറ്റി കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകരയുമായി ബന്ധപ്പെട്ട പോയിന്റ്. അപ്പൊ നമുക്ക് വേണ്ടത് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയുടെ പേര് മാർത്താണ്ഡവർമ്മ എന്നാണ്. അപ്പൊ ഈ പറയുന്ന വേണാട് ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1723 വേണാട് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, അവിടെ ലോജിക്ക് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഈ പറയുന്ന ഉടമ്പടിക്ക് പ്രത്യേകത, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു ഭാരതീയ രാജാവ്, ഒരു ഇന്ത്യൻ രാജാവ് അല്ലെങ്കിൽ ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായിട്ട് ഒപ്പിട്ട ഉടമ്പടി ഈ വേണാട് ഉടമ്പടിയാണ്. ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ്, അത് ആരുമായിക്കോട്ടെ, തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടി കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു. അതിന്റെ അടിസ്ഥാനം അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അഞ്ചുതെങ്ങ് കോട്ട എന്നറിയപ്പെടുന്ന കോട്ട സമരക്കാർ പിടിച്ചെടുക്കും. ഈ പിടിച്ചെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ് തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടി കൊടുക്കണം. അങ്ങനെ കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ് ആര്? തിരുവിതാംകൂർ ഭരണാധികാരി ആരാണോ അദ്ദേഹം. അപ്പൊ നമുക്ക് വേണ്ടത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഈ പറയുന്ന വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഇത്രയും ടോപ്പിക്ക് മാത്രമല്ല, ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ ക്ലാസ് നിങ്ങൾക്ക് തന്നോ, എന്തൊക്കെ നോട്ട്സ് തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം വേണം ഇന്ന് രാത്രി 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ വർക്കൗട്ട് ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, ഏത് കോഴ്സാണ് നിങ്ങൾ, ഏത് മത്സര പരീക്ഷയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ മത്സര പരീക്ഷയുടെ പേര്, നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ പേര്, ഇത് രണ്ടും കൂടെ ആയിരിക്കണം ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫോർവേഡ് ചെയ്ത് തരും. അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി ഈ പറഞ്ഞ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് SCERT പാഠഭാഗ വസ്തുതകളിലും NCERT പാഠഭാഗ വസ്തുതകളിലും കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി പറയുക. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കാം, എങ്കിലും ഒരു റിവിഷൻ മോഡൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ വസ്തുത, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം 5 തെങ്ങാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാ? അത് 5 തെങ്ങ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഈ പറഞ്ഞ 5 തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല ഉണ്ടാക്കാൻ അനുമതി കൊടുത്തു, കോട്ട കെട്ടാൻ സ്ഥാപിക്കാൻ അനുമതി കൊടുത്തു. അങ്ങനെ എല്ലാ അനുവാദങ്ങളും കൊടുത്തത് ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിയാണ്. അപ്പൊ ഈ പറയുന്ന അനുമതി നേടിയെടുക്കണം. അങ്ങനെ 5 തെങ്ങ് കോട്ട പണിയെടുപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ്റെ പേര് ജോൺ ബ്രാബോൺ എന്നാണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു 4 ചോദ്യങ്ങളെ പറ്റി നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ ഉത്തരമാണ് ജോൺ ബ്രാബോൺ. നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുന്ന ആൻസറുകൾ ശരിയാണോ എന്ന് പരിശോധിച്ചാൽ മതി. അടുത്തത്, ബ്രിട്ടീഷുകാരെന്നറിയപ്പെടുന്ന വെള്ളക്കാരൻ നമ്മൾ വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ 3 സ്ഥലങ്ങളാണ്. ഒന്ന് വിഴിഞ്ഞം, മറ്റൊന്ന് അഞ്ചുതെങ്ങ്, മറ്റൊന്ന് തലശ്ശേരി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ പറയുന്നവയിൽ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകളിൽ പെടാത്തതേത് എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതണം. അപ്പോൾ ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട പണ്ടകശാലകളുണ്ട്, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട പണ്ടകശാലകളാണിത്, അത് നോട്ട് ചെയ്തേക്കണേ. ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് SCERT ഫാക്ടുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരളത്തിൽ ആദ്യത്തെ സംഘടിത കലാപമല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ആദ്യത്തെ സംഘടിത കലാപം വളരെ പ്രധാനപ്പെട്ടത്. ഈ കലാപകാരികൾ ഏഞ്ചലോ കോട്ട എന്ന് പറഞ്ഞാൽ
അഞ്ചുതെങ്ങ് കോട്ടയുടെ മറ്റൊരു പേരാണ് ഏഞ്ചലോ കോട്ട. മെറ്റീരിയൽസ് വളരെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് ആണ്. അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറഞ്ഞാൽ ഏഞ്ചലോ കോട്ട കലാകാരികൾ എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കുളച്ചൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടിക്കൊടുക്കാൻ പറയുന്നത്. അടുത്തത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച റാങ്ക് മേക്കിംഗ് ചോദ്യം, ഏത് പ്രദേശത്തു നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? അത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം, നമ്മൾ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം പറഞ്ഞു. എന്തുവാ അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം? കുരുമുളകിന്റെ വ്യാപാര കുത്തക എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. കുരുമുളകാണല്ലോ യവനപ്രിയ എന്നറിയപ്പെടുന്നത്. ആ കുരുമുളകുമായി ബന്ധപ്പെട്ട് SCERT സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ പറഞ്ഞ കുരുമുളകിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കുന്ന സമയത്ത് കേരളത്തിലെ തിരുവിതാംകൂർ ഭരണാധികാരിയായ ഒരു ഭരണാധികാരി പറയുന്ന ഒരു വാക്യമുണ്ട്, കുരുമുളകല്ലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റൂ, നമ്മളുടെ ഞാറ്റുവേല ബ്രിട്ടീഷുകാർക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വിദേശികൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്നൊരു വാക്യം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഞാറ്റുവേല എന്ന് പറഞ്ഞൊരു വാക്ക് പറയുന്നുണ്ട്. അത് നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയ്ക്ക് എല്ലാം ഗുണകരമായിട്ട് മാറും. ഈ കുരുമുളകിന് അനുയോജ്യമായ ഞാറ്റുവേലയുടെ പേര് തിരുവാതിര ഞാറ്റുവേല എന്നാണ്. അത് പ്രധാനപ്പെട്ടതാണ്. വരും ക്ലാസ്സിൽ ഞാറ്റുവേലയെ പറ്റിയുള്ള കണ്ടന്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുമ്പം അത് പറഞ്ഞോളാം. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വൻതോതിലുള്ള അഴിമതി. എല്ലായ്പ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഭരണമുണ്ടെങ്കിൽ അവിടെ അഴിമതി ഉണ്ടാകാം, അഴിമതി ഉണ്ടാകാതിരിക്കാം. ഇവിടെ ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ വൻതോതിലുള്ള അഴിമതിയാണ്. രണ്ടാമത്തത് കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുമ്പം അവർക്കാണ് പവർ. അവർക്ക് എന്ത് വേണമെങ്കിലും ഈ പറഞ്ഞ കുരുമുളകിന്റെ വിലയിൽ അവർ പറയാം കുരുമുളകിന് ഇത്ര രൂപ എന്ന് അവർ പറഞ്ഞാൽ അത് കൊടുക്കണം. അപ്പൊ അവര് കുരുമുളകിൽ എന്ത് ചെയ്യും? ക്രമക്കേട് കാണിച്ചു. മൂന്നാമത്തത് ആറ്റിങ്ങൽ റാണിക്ക് നൽകി വരുന്ന പാരിതോഷികമുണ്ട്. ഈ പറഞ്ഞ എല്ലാ സൗജന്യങ്ങളും കൊടുത്തു ബ്രിട്ടീഷുകാർക്ക്. അപ്പൊ ബ്രിട്ടീഷുകാർ തിരിച്ചെന്ത് കൊടുക്കണം? ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികം കൊടുക്കണമല്ലോ. അങ്ങനെ പാരിതോഷികം ഫ്യൂഡൽ പ്രഭുക്കളായിട്ടുള്ള പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ചു. പിള്ളമാരിലൂടെ എത്തിക്കണ്ട, മറിച്ച് ബ്രിട്ടീഷുകാർ നേരിട്ട് കൊണ്ടെത്തിച്ചോളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ 140-ലധികം സൈനികരുടെ അകമ്പടിയോടുകൂടി എന്ത് ചെയ്തു? ഈ പാരിതോഷികം ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിക്ക് നേരിട്ട് എത്തിക്കാൻ ശ്രമിച്ചു. അത് മുൻകൂട്ടി ആര് തിരിച്ചറിയും? പ്രദേശവാസികൾ അറിയും. അങ്ങനെ അവര് എന്ത് ചെയ്യുന്നു? പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കുന്നു. നടപടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്കെതിരെ പ്രതികരിക്കുന്നു. അതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അടുത്തത് 2021 ഏപ്രിൽ 15, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 2025 ആണല്ലോ. 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആറ്റിങ്ങൽ കലാപം. ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ശ്രീധര മേനോന്റെ ടെക്സ്റ്റിനെ ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം പറഞ്ഞു. അപ്പൊ വരും ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടോ, അത് കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ, എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ ഇങ്ങനെ റാൻഡമായിട്ട് ഓരോ പോർഷനും കവർ ചെയ്ത് മാറ്റും. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിന്റെ PDF നോട്ടും ഇന്നത്തെ എക്സാമിന്റെ ലിങ്കും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ കൊടുത്തേക്കുന്ന PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ന് 9 മണിക്കത്തെ എക്സാമിനകത്ത് ഈ കൊടുത്തേക്കുന്ന കണ്ടന്റും ക്ലാസ് നോട്ടും പരീക്ഷയായിട്ട് ചോദിക്കും. ഇത് ഡെയിലി നടക്കുന്ന പ്രോസസ്സാണ് ഈ വർക്കൗട്ട്. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.